ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഒരു വില്ല കോമ്പൗണ്ടിൽ പെട്ടിരിക്കുന്ന വീടാണ്. ഒരു ഗേറ്റഡ് കോളനിയിലുള്ള ഒരു വില്ലയുടേതാണ്. 10 സെൻറ്റ് സ്ഥലത്തിൽ 2850 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു സുന്ദരം വീടിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ വീടിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഇത് ഗേറ്റഡ് കോളനിയിലാണ്, സെക്യൂരിറ്റി ഉള്ള ഇതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറച്ച് വില്ലാസ് തന്നെയുള്ള ഒരു VIP കോളനിയാണിത്. കാരണം അത്ര മനോഹരമായിട്ട് നമുക്ക് പാലായിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. സാധാരണ പാലായിൽ ഇങ്ങനെ ഒരു വില്ല ആരും ചെയ്തിട്ടില്ല. കാരണം വില്ലാസ് ഗേറ്റഡ് കോളനി ആയിട്ട് ആരും ഇപ്പം നിലവിലില്ല. ഫ്യൂച്ചറിലേക്ക് വരുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വില്ലകളുണ്ട്. പക്ഷേ എന്നാലും ഇതുപോലെയുള്ള വില്ല, ഇത്രയും വലിയ ഒരു വില്ല, ഇത് ഏകദേശം 10-30 വില്ലയുടെ അടുത്തുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാം ഇതുപോലത്തെ വില്ലകളാണ്. ഒരേ രീതിയിലുള്ള സ്ക്വയർ ഫീറ്റ്, സെൻറ്റിലൊക്കെ വ്യത്യാസം വരും. ഇത് 10 സെൻറ്റ് സ്ഥലവും 2800 സ്ക്വയർ ഫീറ്റുമാണ്. ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർക്കൊരു ബെസ്റ്റ് വില്ലയാണ്. കാരണം പുറത്തുള്ളവരോ അല്ലെങ്കിൽ ഇവിടെ പാരൻസൊക്കെ ഇവിടെയുള്ളവരോ പ്രായമായിരിക്കുന്ന ആൾക്കാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന ആൾക്കാർക്കോ ഒക്കെ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് അവരുടെ കാര്യങ്ങൾ നമ്മൾ ഒന്നും കൊണ്ട് പുറത്തു നിന്നുള്ള ഒരു ടച്ചും ഇല്ല. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് റോഡ് വരെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് ലേബേഴ്സ് ഉണ്ട്. നമ്മളൊന്നും അറിയേണ്ട കാര്യങ്ങളില്ല. 10 സെൻറ്റിൽ 2850 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ഫർണിഷോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 1,08,00,000 രൂപയേ ഉള്ളൂ. വില നെഗോഷ്യബിളാണ്. വീടിൻ്റെ ചുറ്റുമൊക്കെ നല്ല പൂച്ചെടികളൊക്കെ പിടിപ്പിച്ച മനോഹരമാക്കിയിരിക്കുന്നു. ഇതിൽ അധികം സ്പേസ് ഒന്നുമില്ല. അത്യാവശ്യം ഒരു 3 അടി സ്പേസ് കൂട്ടിയാൽ മതി. ബാക്ക് സൈഡിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ലവണ്ണം സ്പേസ് ഉണ്ട്. നല്ലൊരു വില്ലകളാണ്. ഈ വില്ല കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഏകദേശം ഒരു 6 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ വില്ലയ്ക്ക്. പക്ഷേ 6 വർഷം ഉണ്ടെങ്കിലും താമസിച്ചിരിക്കുന്ന ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇവർ കേരളത്തിലുള്ള ആൾക്കാരല്ല, കേരളത്തിന് വെളിയിൽ ഉള്ള ആൾക്കാരാണ്. ഇവർ ലീവിനൊക്കെ ഒരു മാസം ഒക്കെ വരുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വേറെ ഇവിടെ താമസമേ ഇല്ല. അടച്ചിട്ടിട്ട് ഇവർ പോകുവാണ്. കാരണം അത്ര സെക്യൂരിറ്റിയാണ്. നമുക്ക് ഗേറ്റ് കീപ്പറുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് ചെയ്യാനും എല്ലാം ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്. നമ്മളതൊന്നും അറിയണ്ട. എന്ത് മെയിൻ്റനൻസിൻ്റെ വന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോൺ കോളിൻ്റെ ഇതുള്ള, അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ, അതിനെല്ലാം ആൾക്കാരുണ്ട്. എന്നും വന്ന് കളക്ഷനുണ്ട്. ഫുഡ് വേസ്റ്റ് സഹിതം നമുക്കിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതെല്ലാം ഈ വില്ലയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഇതാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, നമുക്ക് ഇവിടെയുള്ളവർക്കോ പുറത്തുള്ളവർക്കോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകാനുള്ളവർക്കും ഇവിടെയൊക്കെ നമ്മുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് പോകാനാണെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അത്ര സെക്യൂരിറ്റിയോട് കൂടി ഈ വില്ലയ്ക്കകത്തുള്ള എല്ലാം VIP ടീമുകളാണ്. കാരണം എല്ലാവരും വെളിയിലുള്ളവരാണ്. ഈ വെളിയിലുള്ള ആൾക്കാരാണ് ഈ വില്ല കൂടുതൽ മേടിച്ചിരിക്കുന്നത്. ഇവിടെ മാതാപിതാക്കളായിരിക്കും, മക്കളൊക്കെ വെളിയിലായിരിക്കും. പക്ഷേ അവർക്കൊന്നുകൊണ്ടും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് അത്ര സെക്യൂരിറ്റിയാണ്. ഇതാണ് നമ്മൾ കയറി ചെല്ലുന്ന ലിവിങ് ഏരിയയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. അവിടെ സെറ്റുകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡിൽ സാധാരണ ചെയറുകളും ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും താമസമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഓണർ നാട്ടിലുണ്ട്. അധികം താമസിക്കാതെ ഇവിടുന്ന് പോകും. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ അവർ പോയെന്ന് പറഞ്ഞാലും നമുക്ക് കാണുന്നതിനോ വാങ്ങിക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അവർ അങ്ങനെ നമുക്കൊരു ഡീലാകുവാണെങ്കിൽ വരികയും ചെയ്യും. 2850 സ്ക്വയർ ഫീറ്റ് 10 സെൻറ്റ് സ്ഥലത്തോട് കൂടി ഈ വീടിന് ചോദിക്കുന്ന വില 1,08,00,000 രൂപയേ ഉള്ളൂ. വില നെഗോഷ്യബിളാണ്. എല്ലാ റൂമിലും AC ഉണ്ട്. 4 ബെഡ്റൂമാണ്. താഴത്തെ ഇത് ഗ്രൗണ്ട് ഫ്ലോർ 2, മുകളിലത്തെ 2 ബെഡ്റൂമായിട്ട് 2 ഉള്ള അഡീഷണലായിട്ട് നമുക്ക് റൂമുകളുണ്ട്. ഞാൻ പറയാതെ ഇതാണ് ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് ചെല്ലുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അതിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡ് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത് ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് സ്ലൈഡിംഗ് ഡോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുറ്റത്തേക്ക് ആ കാണുന്ന ഭാഗത്തേക്കൊക്കെ ഇറങ്ങാം. നമുക്ക് അങ്ങനെയും കൂടി നമുക്കൊരു എൻട്രൻസ് ഉണ്ട്.
വളരെ മനോഹരമായിട്ട് ഇതുപോലത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വില്ല കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ പാലായിലൊക്കെ വില്ലകളുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറച്ചിലേ ഉള്ളൂ. ഗേറ്റഡ് കോളനി ആയിട്ട് ഒരു ഒറ്റ വില്ലാസ് പോലും നിലവിൽ പാലായിലില്ല. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പെട്ടിരിക്കുന്ന ആയിട്ടുള്ള വില്ലകളാണ് ഇത്. നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വലിയ ഒരു സാധാരണ ആൾക്കാരും ഇതിൻ്റെ അകത്ത് താമസിക്കുന്നില്ല. എംപ്ലോയിഡ് ഉള്ള ആൾക്കാരും അത് എബ്രോഡായിട്ടുള്ള ആൾക്കാരും മാത്രമേ ഇല്ല. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും ബെറ്റർ. കാരണം അതുപോലുള്ള VIP ഇതിൻ്റെ അകത്ത് താമസിക്കുന്നവർ, ഇവിടെ മേടിച്ചിട്ടിട്ട് പോയിരിക്കുന്നവരും അതുപോലുള്ള ആൾക്കാരുമാണ്. ഇതിൻ്റെയൊക്കെ റൂമുകളെല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. എല്ലാ റൂമിലും AC ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ വാർഡ്രോബ്സ് ഉണ്ട്. വാർഡ്രോബ്സൊക്കെ നല്ല വലിപ്പമുള്ള വാർഡ്രോബ്സുകളാണ്. അതുപോലെ ജനലെല്ലാം കർട്ടൻ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ആ വൈറ്റ് കാണുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കർട്ടൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാം. കാരണം പുറത്തു നിന്നുള്ളവർക്ക് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അത് കാണത്തുമില്ല. ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സാണ്. ഇത് ബാത്റൂമാണ്. ബാത്റൂം എല്ലാം ക്വാളിറ്റി സാധനങ്ങളാണ്. അതുപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസും എല്ലാ ഫെസിലിറ്റീസും ഇന്നും ഹൈടെക് ആയിട്ടുള്ള ബാത്റൂമിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ബാത്റൂമിലും ലഭ്യമാണ്. നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് ഇതിൻ്റെ അകത്തെല്ലാം യൂസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് എടുത്തു പറയത്തക്ക ഒരു മേന്മ. അവിടെ നമ്മൾ ആദ്യത്തെ ഒരു റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. ഈ കാണുന്ന ഫർണിച്ചർ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂട്ടിയാണ് ഇത് സെയിലിന് പറഞ്ഞിരിക്കുന്നത്. റൂമിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ടേബിളുണ്ട്. അത് മുകളിൽ നമുക്ക് അത്യാവശ്യം ബുക്സുകൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഷെൽഫുകളുണ്ട്. വാർഡ്രോബ്സ് കൂടാതെയാണ് കോട്ടിൻ്റെ 2 സൈഡിലും ചെറിയ മിനി അലമാരകളുണ്ട്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ സൈസ് നമുക്ക് മനസ്സിലാക്കാം. 2 സൈഡിലും ഇഷ്ടംപോലെ, അതുപോലെ സൈഡിൽ നിന്ന് ചെല്ലുന്നിടത്ത് നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഒരു ദിവാൻ കോട്ട് ഇട്ടിട്ടുണ്ട്. അതാണ്. അവിടുന്ന് നമ്മൾ മറ്റൊരു റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതാണ് റൂമിലുള്ള വാർഡ്രോബ്സുകളാണ്. നല്ല മുകളിൽ വരെ സ്റ്റോറേജ് ഉണ്ട്. ആ രീതിയിലാണ് 4 പാളിയുടെ വാർഡ്രോബ്സുകളാണ്. പാർട്ടീഷൻ ഡോറുകളെല്ലാം തടിയിൽ തന്നെ ഉള്ളതാണ്. ബാത്റൂമിൽ ഹീറ്ററുണ്ട്, വാട്ടർ ഹീറ്ററുണ്ട്. എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാ റൂമിലും എല്ലാ ബാത്റൂമിലും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പിടിപ്പിച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണേൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി. 2 ബെഡ്റൂമും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഫ്ലോറിലെ കിച്ചണിലേക്കാണ്. കിച്ചൺ ഒരു വലിപ്പമുള്ള കിച്ചണാണ്. കിച്ചണിൽ ഒരു ടെമ്പററി അവരൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് കിച്ചണിൽ തന്നെ ഇരുന്ന് കഴിക്കാവുന്നുള്ള രീതിയിൽ ഒരു ടേബിളുണ്ട്. എന്നാലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉള്ള ഒരു കിച്ചണാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. നല്ല വൃത്തിയോട് കൂടിയത്. കാരണം ഇത് ഏകദേശം ഒരു 6 വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇലക്ട്രിക് കിച്ചണാണ്. 6 വർഷം ഉണ്ടെങ്കിലും ഏതാനും മാസങ്ങൾ മാത്രം ഇവർ ലീവിന് വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വീടാണ്. ബാക്കി ഇവർ അടച്ചിട്ടിട്ട് പോകുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ എന്നുള്ള ഓപ്ഷനോട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതാണ് കിച്ചൻ്റെ ഒരു സൈഡിൽ ഒരു സ്റ്റോർ റൂമുണ്ട്. അതിൻ്റെ അകത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള കിച്ചണാണ്. അതുകൊണ്ട് വർക്ക് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ഒന്നുമില്ല. വലിപ്പമുള്ള ഒരു കിച്ചണ്. ഇത് കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ഇതിവിടെ ഒരു സെർവൻറ്റ് ബാത്റൂമുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം ഇൻവേർട്ടറാണ് വെച്ചിരിക്കുന്നത്. അതാരും യൂസ് ചെയ്യുന്നില്ല. ഒരു ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിരിക്കുന്ന ഒരു ടോയ്ലറ്റ് വെളിയിലുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ഏരിയയാണ്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് മുകളിലത്തെ സ്റ്റെയറിലേക്ക് പോകുന്നതിൻ്റെ ലാൻഡിങ്ങിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടി സ്റ്റോറേജ് ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ്. അവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറുവാണ്. ബസ് റൂട്ടുമായിട്ട് ഏകദേശം 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക്. പാലാ ടൗണുമായിട്ട് 5 കിലോമീറ്റർ ദൂരം. ഇതാണ് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ്. ഒരു ഹാളാണിത്. ഹാളെന്ന് പറഞ്ഞാൽ ഒരു 2 ബെഡ്റൂം, 2 അല്ല അതിൽ കൂടിയ വലിപ്പമുള്ള ഒരു
ഹാളായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അതെല്ലാം കർട്ടനിട്ട് മനോഹരമായിട്ട് ജനൽ മുകളിലെല്ലാം നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാവുന്നുള്ള രീതിയിലും വെളിച്ചം കയറാവുന്നുള്ള ഇതിലായി ഗ്ലാസ് വന്നിരിക്കുന്നതിൻ്റെ പുറത്ത് നല്ല വെട്ടമാണ്. നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് എപ്പോഴും ലൈറ്റ് ഇട്ടിരിക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ്. അതാണ് വലുപ്പം. ഈ ഹാളിൽ തന്നെ നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതല്ല പ്രയർ ഏരിയ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ലെങ്ത്താണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. വലിപ്പമുള്ള ഒരു താഴത്തെ ഹോളിൻ്റെ ഇരട്ടി വലിപ്പമുള്ളതാണ് മുകളിലത്തെ ഒരു ഹാളെന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറിയിരിക്കുവാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് വാർഡ്രോബ്സ് സൈഡിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ എന്നാ വെച്ചാൽ കോട്ട് ഇട്ടിട്ടില്ല, കാരണം ഇവർ യൂസ് ചെയ്യുന്നില്ല. ഇവർ ഈ താഴത്തെ നില മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് AC എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കർട്ടൻ ഇട്ട് കോട്ട് ഇട്ടിട്ടില്ലെന്നുള്ള ഒരു കുഴപ്പമുള്ളൂ. 2 റൂമിൽ കോട്ട് ഇട്ടിട്ടില്ല, കാരണം അതിനുള്ള ആളില്ല. അതുകൊണ്ടാണ് ഇവരിടാത്ത. ബാക്കിയുള്ള കർട്ടനും കാര്യങ്ങളും എല്ലാം നമ്മുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെയാണ്. ഇതൊക്കെ 10,000 കണക്കിന് രൂപയുടെ കർട്ടനുകളാണ് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ബാത്റൂമൊക്കെ ആണെന്ന് പറഞ്ഞാൽ നല്ല ഒരു പാട് പോലും സ്പോട്ട് പോലും ഇല്ല. എല്ലാം അത് ക്ലീൻ, അത് ഉപയോഗിക്കുന്നതല്ല. ഇതൊന്ന് ബാത്റൂം നമുക്ക് അറിയാം. ഇതൊക്കെ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക്, ഞാൻ ഒന്നുകൂടി പറയാം, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്ക് ഇതിൽ കൂടിയ ഒരു വീട് നമുക്ക് കിട്ടാനില്ല. കാരണം അത്ര ബെറ്റർ വീടാണ്. കാരണം നമുക്കത് കയറുമ്പോൾ തന്നെ അറിയാം അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഇത്. ഇതാണ് മറ്റൊരു ബെഡ്റൂമിലേക്ക്, രണ്ടാമത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ ഇതുപോലെ തന്നെയാണ്. വളരെ വലുപ്പമുള്ള റൂമുകളാണ്. എല്ലാ റൂമിലും AC ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കർട്ടന്, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള വലിപ്പമുള്ള റൂമുകളാണ്. ഒന്നാമത്തെ നമുക്ക് ഒരു കിങ് സൈസ് ബെഡ് ഇട്ടാൽ നമുക്ക് വേറെ ഒരു കോട്ട് കൂടി ഇടാം എന്നുള്ള രീതിയിലാണ്. കിങ് സൈസ് കോട്ടിട്ടാലും അതിലും 1 or 2 ഇടാവുന്ന രീതിയിലുള്ള അത്ര വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. 4 ബെഡ്റൂമേ ഉള്ളൂ. ബെഡ്റൂമായിട്ട് ഇതാണ് നമ്മൾ അതിൻ്റെ ബാത്റൂമിലേക്ക് കയറിയിരിക്കുവാണ്. ഇതാണ് ഇത് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് ഗ്ലാസ് ഡോറ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഉള്ള ബാത്റൂമുകൾക്കെല്ലാം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കട്ടിങ് കൊടുത്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു റൂമിൽ മാത്രം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാവുന്നവർക്കറിയാം എല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഹോളിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സൈഡിലത്തെ ഡോറുണ്ട്. നമുക്ക് ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് ടെറസിലേക്ക് ഇറങ്ങാം. ഇതാണ് ഈ 4 ബെഡ്റൂം കൂടാതെ 5ാമത്തെ ഒരു റൂമാണ്. ഇത് നമുക്ക് ബെഡ്റൂമായിട്ടോ ഓഫീസ് റൂമായിട്ടോ അതല്ലെങ്കിൽ സ്റ്റഡി റൂമായിട്ടോ ലൈബ്രറി ആയിട്ടോ ഹോം തിയേറ്ററൊക്കെ ആയിട്ടോ നമുക്കിത് ഫോം ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു റൂമിനെ കഴിഞ്ഞും വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് ടെറസ് ഏരിയയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ കാണാനോ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഇതിൻ്റെ സെല്ലർ ഇവിടെയുണ്ട്. അധികം ദിവസമില്ല. പോകുന്നതിന് മുന്നേ ആണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇവർ പോയാലും കുഴപ്പമില്ല. എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ ഏർപ്പാട് ചെയ്യുന്നതായിരിക്കും. വില നേരിട്ട് സംസാരിച്ച് നമുക്ക് ധാരണയിലെത്താം. ഏതൊക്കെയാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് NRIസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വില്ലയാണിത്.